ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷാമാസ് കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക, എന്നാൽ ഇതൊരു വെറൈറ്റി ഉപ്പേരി കൂടിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക ഞാനിവിടെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വട്ടത്തിൽ വേണമെങ്കിലും മുറിക്കുക, പക്ഷേ കുറച്ച് കനം കുറച്ച് അരിയണം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാത്രമേ കടുകിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തണം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് തോരപ്പരിപ്പും കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പും തോരപ്പരിപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ തോരൻ വെച്ചല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് സവാള പൊടിയായി അരിഞ്ഞ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കരിഞ്ഞു പോവും. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കുക. കാരണം ഇങ്ങനെ നമ്മൾ വെള്ളം ചേർക്കാതെ ഇങ്ങനെ വറുത്തെടുക്കണ പോലെയാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് എരിവ് കുറഞ്ഞ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കോവയ്ക്കയാണ്. ഇനി ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. നന്നായി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ കോവയ്ക്കയിലുള്ള വെള്ളം ഇങ്ങനെ വറ്റി വരണം. ഒട്ടും വെള്ളം ചേർക്കാതെ അടി പിടിക്കാതെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കൊക്കെ വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മുളക് പൊടിയൊന്നും ഇടരുത്. ആവശ്യത്തിന് എരിവുള്ള മുളകല്ലേ, പച്ചമുളകാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പം ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ ഈ പൊതിച്ചോറിലൊക്കെ കാണില്ലേ ഇതേപോലത്തെ ഉപ്പേരിയൊക്കെ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഉപ്പേരി എന്നാട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ തോരൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയാണ് ഈ ഉപ്പേരി. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ നന്നായി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് അധികം ആവരുത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നാളെ എളുപ്പത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.